എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് അച്ചയൻസ് ഗോൾഡിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നെയും എൻ്റെ സ്ഥാപനത്തെയും എൻ്റെ ജീവനക്കാരെയും പറ്റി മോശമായി വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി. പക്ഷേ ഇതുവരെ ഞാൻ ഇതിനൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന കുറേ ജനങ്ങൾ എന്നോട് പറഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തിനുള്ളിൽ പല ആൾക്കാർ വഴി എന്നോട് ഭീമമായ തുക ഈ വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ഭീമമായ തുകയുണ്ടെങ്കിൽ എനിക്ക് 15 പരം വീടുകൾ പാവങ്ങളായ ആൾക്കാരെ എനിക്ക് സഹായിക്കാൻ പറ്റും. ഇതിനെതിരെ നിയമപരമായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. ഈ സഹായം ഇനിയും മുന്നോട്ട് തുടരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ നിങ്ങളോട് ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ല, കാരണം എൻ്റെ വരുമാനത്തിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമാണ്. കാരണം എന്നെ വ്യാജ പ്രചാരണങ്ങൾ നടത്തി എൻ്റെ സ്ഥാപനവും അല്ലെങ്കിൽ എന്നാ പറയുക എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളും നശിപ്പിക്കാൻ ഈ വ്യക്തി നോക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, എനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്ന ഈ വ്യക്തിയുടെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ കയറി എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഇതിനെതിരെ റിപ്പോർട്ട് അടിക്കണം. ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കുകയും ചെയ്യണം. അപ്പൊ കണ്ടല്ലോ, ഇതാണ് ടോണി അച്ചായൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ചാരിറ്റിയെ കുറിച്ച് അത് തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഒരു ചാനലിൽ വീഡിയോ വന്നിരിക്കുകയാണ്. ആ വീഡിയോക്ക് എല്ലാവരും റിപ്പോർട്ട് അടിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്ക് ടോണി അച്ചായനെ കുറിച്ച് ആ ചാനലിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കാണാം. എന്ത് തട്ടിപ്പും കാണിക്കാനുള്ള പുകമറയാണോ ചാരിറ്റി? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ചെയ്യുന്ന ചാരിറ്റി ഷൂട്ട് ചെയ്ത് റീലാക്കി നന്മമരം ചമഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ടോണി വള്ളിയാരി എല്ലാം തെളിവോടെ പിടികൂടി കേന്ദ്ര ഏജൻസികളും. കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഭയക്കുന്ന അച്ചയൻസ് ഗോൾഡ് ഉടമ ടോണി വള്ളിയാരിനെ കുറിച്ചുള്ള പ്രത്യേക അന്വേഷണ പരമ്പര ആരംഭിക്കുകയാണ് ഫസ്റ്റ് റിപ്പോർട്ട്. തട്ടിപ്പിന്റെ പേരോ അച്ചയൻസ് ഗോൾഡ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പരമ്പരയായിട്ട് അങ്ങ് തുടങ്ങുകയാണ്. അച്ചായന്റെ തട്ടിപ്പ്, അത് എന്തൊക്കെയോ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അത് എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹം എന്ത് വലിയ തട്ടിപ്പ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും കിട്ടുന്നതിൽ നിന്ന് ഒരുപാട് പാവങ്ങളെ അദ്ദേഹം സഹായിക്കുന്നുണ്ട്. ഒരു പക്ഷെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷെ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നില്ലേ? എത്രയോ ആൾക്കാർക്കാണ് വീട് വെച്ച് കൊടുക്കുകയും പണം കൊടുത്ത് സഹായിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും ഒരു കാല് വയ്യാത്തൊരു കുഞ്ഞ്, ആ ഒരു പെങ്കൊച്ചിന് നല്ലൊരു വീട് വെച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ ആ കുഞ്ഞിന് ഇരിക്കാവുന്ന നല്ലൊരു വീൽ ചെയർ അതൊക്കെ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തു. എത്രയൊക്കെ കൊള്ളരുതായ്മകൾ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്യുന്നില്ലേ? അതുപോലെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ എത്ര പണക്കാരുണ്ട്. ആരെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ ഈ ടോണി അച്ചായൻ ചെയ്യുന്നത്? ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷെ എന്താന്ന് പറഞ്ഞാലും ഒരുപാട് പാവപ്പെട്ടവർക്ക് ഇദ്ദേഹം ഒരു ദൈവം തന്നെയാണ്. എത്രയോ ആൾക്കാർക്ക് വീട് വെച്ച് നൽകിയിരിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ, അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നുണ്ട്. ഞാൻ നേരിൽ കണ്ടൊരു കാര്യം, ഞങ്ങളുടെ ഈ വീടിനടുത്ത് ഒരു വീടിന് തീ പിടിച്ചു. ആ ഒരു വീട് മൊത്തം കത്തി നശിഞ്ഞു പോയി. ഒരു തുണിക്കഷ്ണം പോലും ഉണ്ടായിരുന്നില്ല. എന്തിന്, വീട്ടിലെ പാത്രങ്ങൾ ഉൾപ്പെടെ കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ടോണി അച്ചായൻ ആരോ ഇദ്ദേഹത്തെ അറിയിച്ചിട്ട് ഇദ്ദേഹം അവിടെ വരുന്നു. അദ്ദേഹം അവർക്ക് വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി, വീടും കാര്യങ്ങളെല്ലാം വെച്ച് നൽകാമെന്ന് പറയുകയും ചെയ്തു. അത് നമുക്ക് നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ചാരിറ്റി, അതിൽ നിന്ന് അദ്ദേഹത്തിന് ഏതെങ്കിലും വഴി എങ്ങനെയെങ്കിലും ലാഭം കിട്ടുന്നുണ്ടായിരിക്കാം, കിട്ടിക്കോട്ടെ. എങ്കിലും കിട്ടുന്നതിൽ നിന്ന് ഒരുപാട് പാവങ്ങളെ അദ്ദേഹം സഹായിക്കുന്നില്ലേ? എന്തിനാണ്? ചില ആൾക്കാരുണ്ട് ആർക്കും ഒരു 10 രൂപ കാശ് കൊടുത്ത് സഹായിക്കത്തില്ല, എന്നാൽ ഇതുപോലെയൊക്കെ ചെയ്യുന്നവരെ ഏതെങ്കിലും രീതിയിലും അടിച്ചമർത്തുക, അല്ലെങ്കിൽ അവരെയൊക്കെ മോശം പറയുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അതുപോലെയാണ് എനിക്ക് ഈ ഒരു ചാനലിലെ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിലൂടെ ടോണി അച്ചായനെ കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വലിയൊരു ഡാറ്റ കളക്ഷനിലാണ്. കേരളത്തിൽ എങ്ങനെയാണ് ഇത്രയധികം സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്? കള്ളക്കടത്ത് സ്വർണം ഇതിനായി ഉപയോഗിക്കുന്നുണ്ടോ? ഇത്രയധികം പണം എങ്ങനെയാണ് ഇവർ പരസ്യത്തിന് മാത്രമായി ചെലവിടുന്നത്? തുടങ്ങി നിരവധി കാര്യങ്ങൾ പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ ക്ലോസ് മോണിറ്ററിംഗിലാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായി 35ലധികം ബ്രാഞ്ചുകൾ ഉള്ള അച്ചയൻസ് ഗോൾഡ് കേന്ദ്ര ഏജൻസികളുടെ റഡാറിലേക്ക് വരുന്നത് കേരളത്തിൽ നിന്ന് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും ബ്ലാക്ക് മണി ഇടപാടുകളും സംബന്ധിച്ച ഡാറ്റകൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന അനൗദ്യോഗിക വിവരം. അടുത്ത കാലത്ത് ഭൂമി വാങ്ങിയതിലും വിദേശത്ത് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ നിക്ഷേപം സംബന്ധിച്ചും
കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഡോക്യുമെന്റുകളും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ടോണി നടത്തിവരുന്ന മുഴുവൻ ചാരിറ്റി പ്രവർത്തനങ്ങളും സാറ്റലൈറ്റ്, അച്ചടി, ഓൺലൈൻ, റേഡിയോ മാധ്യമങ്ങൾക്കും റെയിൽവേ, മറ്റ് സ്ഥാപനങ്ങൾ, റോഡുകളിൽ കാണുന്ന പടുകൂറ്റൻ ഹോൾഡിങ്സ് എന്നിവയ്ക്കായി മാസം ചിലവിടുന്ന കോടിക്കണക്കിന് വരുന്ന പരസ്യ ചിലവുകളും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്. പഴയ സ്വർണം വാങ്ങി മറിച്ചു വിൽക്കുക, ബാങ്കുകളിലും മറ്റുമുള്ള സ്വർണം പണം അടച്ച് കമ്മീഷൻ വ്യവസ്ഥയിൽ ഉടമയ്ക്ക് എടുത്തു നൽകുക, ഒപ്പം സ്വർണ്ണ വ്യാപാരവുമാണ് അച്ചയൻസ് ഗോൾഡ് ചെയ്തു വരുന്ന സേവനങ്ങളെന്ന് സ്ഥാപനം അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്ന കമ്മീഷൻ കൊണ്ട് മാത്രം ഇത്രയധികം തുക പരസ്യങ്ങൾക്കും ചാരിറ്റിക്കും ചിലവിടാൻ സാധിക്കില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനമായി ലഭിക്കുന്ന വിവരം. ടോണിയുടെ പക്കലുള്ള ആഡംബര വാഹന ശേഖരണത്തിൻ്റെ പർച്ചേസ് രേഖകളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇതിലും വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായാണ് സൂചന. ഓരോ ബ്രാഞ്ചുകൾ ആരംഭിക്കുമ്പോഴും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചും പ്രമോഷനായി ഓൺലൈൻ സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്ക് വലിയ തുക നൽകിയാണ് ഇയാൾ മാധ്യമങ്ങളെ വിലക്കെടുത്തിരിക്കുന്നത്. കോട്ടയം നഗരത്തിൽ ചെറിയ രീതിയിൽ സ്വർണ്ണപ്പണയ സ്ഥാപനം നടത്തി വന്ന ടോണി എങ്ങനെയാണ് കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ശതകോടികൾ ആസ്തിയുള്ള ടോണി അച്ചായൻ ആയി മാറിയെന്നത് ഞെട്ടിപ്പിക്കുന്ന കഥയാണ്. അന്യസംസ്ഥാന വാഹനങ്ങൾ വില കുറച്ച് വാങ്ങിയതിന് ശേഷം മറിച്ചുവിറ്റും ചാരിറ്റിയുടെ മറവിൽ പാവങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്തും ടോണി വൻ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തുന്നതെന്നാണ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുന്ന സൂചനകൾ. വരും ദിവസങ്ങളിൽ റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ കേന്ദ്ര ഏജൻസികൾ. ഇതിനകം ലഭിച്ചിരിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് അനൗദ്യോഗിക വിവരം. മുമ്പ് GST വെട്ടിപ്പ് നടത്തിയത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനിടെ അന്വേഷണത്തെ സ്വാധീനം ഉപയോഗിച്ച് വഴിതിരിച്ചു വിട്ടതായി നേരത്തെ ടോണിക്കെതിരെ ആരോപണമുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾ വളരെ കരുതലോടെയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടാൻ ടോണി വിദേശത്തേക്ക് കടന്നതായും സൂചനയുണ്ട്. അതേസമയം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സംബന്ധിച്ച വിവരങ്ങളിൽ പ്രതികരണം തേടി അച്ചയൻസ് ഗോൾഡ് ഉടമ ടോണിയെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സ്വിച്ച് ഓഫ് എന്നാണ് ലഭിച്ച മറുപടി. ഈ അന്വേഷണ പരമ്പരയുടെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. പറയുന്നത് പോലെ അദ്ദേഹം എന്തെങ്കിലും ക്രമക്കേടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കള്ളപ്പണം, അല്ലെങ്കിൽ എന്തോ സ്വർണം ഇടപാടൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്താന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ അദ്ദേഹം തിരിമറി നടത്തുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിക്കട്ടെ. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യനെ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അത് ആ ഒരു വഴിക്ക് അങ്ങ് പോട്ടെ. ഇനിയിപ്പോ അദ്ദേഹം എന്തെങ്കിലും രീതിയിൽ കള്ളക്കടത്തോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇവിടെ നിയമം ഉണ്ടല്ലോ. അതിൻ്റെതായ രീതിക്ക് അന്വേഷിച്ച് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കിട്ടട്ടെ. എന്താന്ന് പറഞ്ഞാലും ഈ ഒരു മനുഷ്യനെ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് കടപ്പാടം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ ഇദ്ദേഹത്തിനെതിരായിട്ട് വരുമ്പോൾ ഇദ്ദേഹം ഇനി ഈ ഒരു ചാരിറ്റി നിർത്തി കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്കായിരിക്കും അല്ലെ അത് നഷ്ടം. എന്തിനാണ് വെറുതെ പണമുള്ള ആൾക്കാരാണെങ്കിൽ ആരെ സഹായിക്കത്തുമില്ല, ഒന്നുമില്ല. അന്ന് അത് ചെയ്യുന്നവരെ കൊണ്ട് അത് ചെയ്യിക്കാനും സമ്മതിക്കത്തില്ല. എനിക്ക് പ്രതികരിക്കാൻ നിന്ന ഒത്തിരി പേരോട് പ്രതികരിക്കണം. ഓരോരുത്തരുടെ റീച്ചിന് വേണ്ടി ഇടുന്ന വീഡിയോയ്ക്കല്ല ഞാൻ പ്രതികരിക്കാൻ നിന്ന എങ്ങനെ ഇരിക്കും? അർഹപ്പെട്ടവർ ഞാൻ ഇനിയും കാക്കും, ഇനി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് എത്ര നെഗറ്റീവ് ഉണ്ടായാലും. അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വീഡിയോ വരുമെന്ന്. എന്നെ പോലെയുള്ള കുട്ടികളെ ഇനിയും ഒരുപാട് മുന്നോട്ട് സഹായിക്കാൻ പറ്റൊക്കെയുള്ള പ്രാർത്ഥനയുണ്ട്. ഫ്ലക്സും ചാക്കുകളും ഉപയോഗിച്ച് മറച്ച ഷെഡിൽ വർഷങ്ങളോളം അന്തിയുറങ്ങിയ ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിക്കും കുടുംബത്തിനും അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് അച്ചയൻസ് ഗോൾഡ് ഉടമ ടോണി വർക്കിച്ചൻ. കോട്ടയം അയർക്കുന്നത്താണ് ഇത്തരത്തിലൊരു മനോഹരമായ വീട് അദ്ദേഹം നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. 19 വയസ്സുകാരിയാണ് ഈ ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടി. ഈ കുട്ടിയെ വീട്ടിൽ തനിച്ചാക്കി മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്ത് അടച്ചുറപ്പില്ലാത്ത വീടാണ്. അതിനാൽ തന്നെ നായ്ക്കളെ കാവലിരുത്തിയാണ് അവർ ജോലിക്കായി പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. അത്രത്തോളം ദയനീയമായൊരു അവസ്ഥയിലാണ് ഈ കുടുംബം ജീവിച്ചു വന്നത്. ആ കുടുംബത്തിനാണ് ഇത്തരത്തിൽ മനോഹരമായ ഒരു വീട് അദ്ദേഹം നിർമ്മിച്ചു നൽകിയത്. വീടില്ലാതെ ഞങ്ങൾ നനഞ്ഞ് വെള്ളം വീഴുന്നിടത്ത് ഞാൻ ഈ ഫ്ലെക്സ് ബോർഡ് കണ്ടിച്ച് തിരികെ വെച്ചോടെ. അപ്പോൾ തിണ്ണ മുഴുവൻ ഈ ഫ്ലെക്സ് ബോർഡ് മുറിച്ച് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ പേര മൊത്തം താഴോട്ട് പോയത്.
താഴോട്ട് പോയി വീടൊന്ന് വെച്ച് തരാനായിട്ട് ഒരുപാട് പേരോട് സഹായിച്ചു. നനയാതെ കിടക്കാനൊക്കെ ഞങ്ങൾക്ക് വലിയ ബംഗ്ലാവോ കൊട്ടാരോ ഒന്നും വേണ്ടായിരുന്നു. നനയാതെ, കാരണം ഇന്ന് നടക്കാൻ മേലാത്ത കുഞ്ഞല്ലേ, ഇതിനെ നനയാതിരുത്താനായിട്ട് മാത്രം ആരും സഹായിച്ചില്ല. കാരണം ആരും സഹായിച്ചില്ല. അങ്ങനെ വിഷമിച്ച് ഞാനിരിക്കും, ഞാൻ എപ്പോഴും കരച്ചില്ല. എന്നിട്ട് ഇവളെന്നോട് പറഞ്ഞു, അമ്മ നമുക്കൊരു വീട് ഈച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരിലൂടെ എങ്കിലും നടത്തി തരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ 2ാമത്തെ ദിവസമാണ് അച്ചായൻ ഇവിടെ വരുന്നത്. വന്ന് അങ്ങനെ ഞങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് 3 മാസം കൊണ്ട് ആ വീട് വെച്ച് എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ ഒരു നല്ലൊരു വീട് ഞങ്ങൾക്ക് വെച്ച് തന്നു. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് അകത്തൂടി നടക്കാൻ വേണ്ടി ഒരു നല്ലൊരു വീൽ ചെയറും തന്നു. ഇതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നോ. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം തനിച്ചാക്കിയിട്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുകയില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. കാര്യം +2 വരെ പഠിച്ചെന്ന് പറഞ്ഞാലും ഈ എല്ലാ കാര്യവും ഒക്കെ ചെയ്തു കൊടുക്കണം. ഞാൻ തനിച്ചാക്കിയിട്ട് പോകാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം കതകൊന്നും ഇല്ലാത്ത വീടായിരുന്നു. ഇന്ന് എനിക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ ആക്കിയിട്ട് എനിക്കൊരു ജോലിക്ക് പോയി. ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വീട് വരുമെന്ന്. അങ്ങനെ കണ്ട നന്മകളൊക്കെ എന്നും ഞങ്ങള് മരണം വരെ ഞങ്ങൾ എന്നും ഓർമ്മയിലുണ്ടാവും. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ എന്നെപ്പോലെയുള്ള കുട്ടികളെ ഇനിയും ഒരുപാട് മുന്നോട്ട് സഹായിക്കാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയും ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഈ സഹായം. ശരിക്കും ഞാൻ ഈ വീട് ആദ്യം വന്ന് കാണുമ്പോൾ ഈ വീടിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അതായത് ഷെഡ് എന്നും പറയത്തില്ല, ഒരു കൂര എന്ന് മാത്രമേ പറയൂ. കാരണം മഴ വന്ന് വെള്ളം ഒലിച്ച് ആകെ വിഷമിക്കുന്ന അവസ്ഥയിലായിരുന്നു അവര്. പിന്നെ ഞാൻ എൻ്റെ സ്റ്റാഫിനെ വിടുകയും രണ്ടാമത് ഞാൻ വരികയും കൂടുതൽ അന്വേഷിച്ചപ്പോഴത്തേനും ഏതായാലും ഇവർക്ക് ഒരു വിധത്തിലും, കാരണം 19 വർഷമായിട്ട് ഈ അമ്മ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുക. ഓർത്ത് നോക്കി, 19 വർഷം ആരുമില്ല, ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകുമ്പോൾ ഈ അമ്മ ചെയ്യുന്ന എന്താ, പട്ടികളെ കൂട്ടിനിരുത്തിയിട്ട് പോവുക. ആ അമ്മയുടെ അവസ്ഥ ഓർത്തേ. ആ അവസ്ഥയിൽ നിന്ന് ഞാൻ കണ്ടപ്പം എനിക്ക് തോന്നുന്നത് ഇവർക്ക് നല്ലൊരു വീട് വേണമെന്ന് തോന്നി. പെട്ടെന്ന് തന്നെ 3 മാസം കൊണ്ട് ഞാൻ ഈ വീട് പണിതു. അതുപോലെ തന്നെ ഇയാൾക്ക് അമ്മ എടുത്തുകൊണ്ട് നടക്കുന്നതിന് പരിഹാരമായിട്ട്, അല്ല അമ്മ 19 വർഷം എടുക്കുന്നതിന് പരിഹാരമായിട്ട് ഇയാൾക്ക് നല്ലൊരു വീൽ ചെയറും ഞാൻ കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ 4-നാണ് ഈ വീട്ടിൽ കയറി പാല്. ഇന്നിപ്പോൾ ജൂലൈ 14-ആയി. 14-ാം തീയതി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇയാൾക്ക് നല്ലൊരു വീൽ ചെയറും കൊടുത്തു. ഇവരുടെ വീടിന്റെ മൊത്തം കഷ്ടപ്പാട് മാറ്റാൻ പറ്റിയെന്നുള്ളത്, ഇവർക്കുള്ള ചെലവിന് കാശ് കൊടുത്തു. ഇനി അമ്മ ജോലിക്ക് ഉടനെ പോകണ്ട, കാരണം അതിനുള്ള ഫണ്ടും ഞാൻ കൊടുത്തു. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടാണ്. ഒരു കുടുംബം ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് സഹിക്കുമോ? കോട്ടയം അയർക്കുന്നതാണ് ഇത്. അയർക്കുന്നത്തെ 2ാമത്തെ വീടാണ് ഞാൻ പണിയുന്നത്. ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും മറുപടി നൽകാതെ താങ്കളുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. എനിക്ക് ആരോപണങ്ങൾ ഉയരുമ്പോൾ ഞാനല്ലല്ലോ മറുപടി തരേണ്ടത്, അത് ജനങ്ങളല്ലേ. ഞാൻ ചെയ്യേണ്ട കാര്യം എന്താ, മുന്നോട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു പോവുക. വീടുകൾ പണിയുക, കുടുംബങ്ങളെ ജപ്തികൾ ഒഴിവാക്കുക, കുടുംബങ്ങളെ സംരക്ഷിക്കുക, അവര് മുന്നേ പറഞ്ഞ പോലെ കടുങ്കൈ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കുക. ഇതാണ് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി. ഞാൻ ഇനി മുന്നോട്ട് അത് തന്നെ ചെയ്യുള്ളൂ. എനിക്ക് പ്രതികരിക്കാൻ നിന്ന ഒത്തിരി പേരോട് പ്രതികരിക്കണം. ഓരോരുത്തരുടെ റീച്ചിന് വേണ്ടി ഇടുന്ന വീഡിയോയ്ക്കല്ല ഞാൻ പ്രതികരിക്കാൻ നിന്ന എങ്ങനെ ഇരിക്കും? ഞാൻ മുന്നോട്ട് പോകും. ഇനിയും പ്രവർത്തിക്കും. എൻ്റെ വരുമാനത്തിൽ 50% വരുമാനം കൊണ്ട് ഞാൻ പാവങ്ങളെ ഇനി, അല്ലെങ്കിൽ അർഹതപ്പെട്ടവരെ ഞാൻ ഇനിയും കാക്കും. ഇനി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, അത് എത്ര നെഗറ്റീവ് ഉണ്ടായാലും. സുരക്ഷിതമായി അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ച് നൽകിയതിനു ശേഷം ഈ പെൺകുട്ടിക്ക് ഒരു ഇലക്ട്രിക് വീൽ ചെയറും സമ്മാനിച്ചാണ് അച്ചായൻസ് ഗോൾഡ് ഉടമ ടോണി വർക്കിച്ചൻ ഇവിടെ നിന്ന് മടങ്ങിയത്. ഈ പറയുന്ന അച്ചായനെ കുറിച്ചിട്ട് ഇതുപോലുള്ള ഈ ആരോപണങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.